ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അസാറോ ദി മോസ്റ്റ് വാണ്ടഡ് EDP ഇൻഡൻസ്. ഓക്കെ, ഈ പെർഫ്യൂമിന് ഒരു അന്യായ ഫോളോ ബേസും ഫാൻ ബേസും കൾട്ട് ഫോളോവിങ് ഉള്ള ഒരു പെർഫ്യൂം. കാരണം ഇതിൻ്റെ അപരനാമങ്ങളാണ്. ഇതിനെ കുറച്ചൊക്കെ ആളുകൾ അറിയപ്പെടുന്ന പെർഫ്യൂം അറിയുന്ന ആളുകൾക്ക് ഇത് അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദി സെസ്റ്റിയസ്റ്റ് പെർഫ്യൂം, അല്ലെങ്കിൽ ദി സെസ്റ്റിയസ്റ്റ് പെർഫ്യൂം. ഈ വാക്കല്ല, ഇതുപോലത്തെ ഒരു വാക്ക് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിൽ അത്ര വശീകരണ ശേഷി ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ സെൻ പ്രൊഫൈലിൽ ആൾക്കാരെ വശീകരിക്കാനുള്ള കഴിവുണ്ടോ, സെഡക്റ്റീവ് ആണോ? സംഗതി ഒരു വട്ടം കൂടി അടിക്കട്ടെ. നല്ല ബോട്ടിലിട്ടാ എൻ്റെ മെമ്മറീസിനെ ട്രിഗർ ചെയ്യുന്ന ഒരു പെർഫ്യൂം ആട്ടോ അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ആ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചാൽ കൂടി ഈ പെർഫ്യൂം നല്ല ഭംഗിയുള്ളൊരു പെർഫ്യൂമാണ്. നല്ല ഭംഗിയുള്ളൊരു പെർഫ്യൂം. പക്ഷേ ചില പെർഫ്യൂമിനോട് എത്തിപ്പിടിക്കാൻ ഇതിനായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഇത് ഡിസൈനർ ലെവലിൽ അത്യാവശ്യം പ്രൈസി ആയിട്ട് 9,000 രൂപയുടെ അടുത്തൊക്കെ വില നിൽക്കുന്ന പെർഫ്യൂമാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് സംസാരിക്കേണ്ട ഈ പെർഫ്യൂം. ഞാൻ ആദ്യം ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും പറഞ്ഞുതരാം. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. ടോപ്പ് നോട്ടിൽ കാർഡമൺ, മിഡിൽ നോട്ടിൽ ടോഫി, ബേസ് നോട്ടിൽ ആംബർ വുഡ്. ഓക്കെ, ഇതിൽ എങ്ങനെയെന്ന് സ്മെല്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറിയം ലോഷത്തിൽ കുറച്ചും കൂടി ക്രീമി നോട്ട് കയറി കിടന്നു കഴിഞ്ഞാൽ എന്താവും, അത് തന്നെയാണ് ഇത്. മറിയം ഒന്നും കൂടി തിക്കായി, ഒന്നും കൂടി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത്, ഒന്നും കൂടി പഞ്ച് ആയി കഴിഞ്ഞാൽ അസാറോ ദി മോസ്റ്റ് വാണ്ടഡ് EDP ഇൻഡൻസ് ആയി. ഇനി അത് അസ്മാരിയൻ ക്രീം ഉപയോഗിക്കാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ബുള്ള് അല്ലെങ്കിൽ പ്രിഡേറ്ററി ഈ തെർമൽ ഡ്രിങ്ക്സ് ഒക്കെ ഇല്ലേ, ഈ റെഡ് ബുള്ളിൽ അതായത് ടോണിക് നോട്ടിൽ അത്ര ഹെവി ടോണിക് നോട്ടല്ല, അതിൻ്റെ ഒരു ടോൺ ഡൗൺ വേർഷ്യത്തിൽ കുറച്ച് സ്വീറ്റ്നെസ് കയറി കിടന്നു കഴിഞ്ഞാൽ എന്താവും, അതാണ് അസാറോ ദി മോസ്റ്റ് വാണ്ടഡ്. നമുക്ക് കാർഡമൺ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പൈസിനെസ് ഉണ്ട്, പക്ഷേ സ്പൈസിനെസ്സിനേക്കാളും കൂടുതൽ സ്വീറ്റ് വുഡി. ഓക്കെ, കുറച്ച് മധുരമുള്ള ഒരു വുഡി നോട്ട്, അതാണ് ഇതിൽ ഡോമിനൻ്റ് ആയിട്ട് കിടക്കുന്നത്. വുഡിനെസ് ഉണ്ട്, പക്ഷെ അത് ആംബറിൻ്റെ വുഡിനെസ് ആണ്. അതായത് കുറച്ച് മധുരമുള്ള ഒരു വുഡിനെസ് ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു പെർഫ്യൂം. ഓക്കെ, ഇതിൽ ആ സ്വീറ്റ്നെസ്സിൻ്റെ എലമെൻറ്റ് കാരണമാണ് സ്വീറ്റ്നെസ് ഉള്ള ആ സ്വീറ്റ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗഡർനെസ്സിൻ്റെ മിക്സർ ആയിട്ടുള്ളൊരു സ്വീറ്റ്നെസ്. പറഞ്ഞു വരുമ്പോൾ സംഗതി സോഫിസ്റ്റിക്കേറ്റഡ് ആവുകയാണ്. ഈ പെർഫ്യൂമിന് ഞാൻ പറഞ്ഞ ഒരു വശീകരണ ശേഷി ഉണ്ട് ഈ പെർഫ്യൂമിന്. നമ്മളൊക്കെ ഒന്ന് പിടിച്ച് നിർത്തിയിട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് അടിപൊളിയായിട്ട് ഈ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റൂമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, കാരണം ആദ്യത്തെ 2 മണിക്കൂർ ഈ പെർഫ്യൂം നല്ല പ്രൊജക്ഷൻ കേട്ടോ. നല്ല പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല വട്ടവും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഈ പെർഫ്യൂമിന് ആദ്യത്തെ 1.5 മണിക്കൂർ ഏത് പെർഫ്യൂമിനെയും നിഷ്പ്രഭമാക്കുന്ന പ്രൊജക്ഷൻ ഉണ്ട്. അതായത് ഊത് പെർഫ്യൂംസ് അല്ല, ഫ്രഷ് പെർഫ്യൂംസിൽ അല്ലെങ്കിൽ ഈ ഒരു സ്വീറ്റ് ഫ്രഷ് കാറ്റഗറിയിൽ അത്യാവശ്യം ഡിസൈനർ ലെവലിൽ തന്നെ അത്യാവശ്യം ഒന്നും കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഹെവി ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ട് ഈ പെർഫ്യൂമിന്. കുറച്ചടിക്കരുത്, കുറച്ച് കൂടുതൽ അടിക്കണം. ആ പൗഡറിനെസ്സും ആ സ്വീറ്റ്നെസ്സും ഒക്കെ ഭയങ്കര ഒരു ഫീൽ തരുന്നുണ്ട് ഈ പെർഫ്യൂമിനൊക്കെ. അതുകൊണ്ട് തന്നെ ആവണം ഇത് ഓപ്പോസിറ്റ് ജെൻഡറിന് ഇതാവുന്നത്, ഒരു സെഡക്റ്റീവ്നെസ് ഇതിന് തോന്നിപ്പിക്കാൻ കാരണം. ഈ പെർഫ്യൂം അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ മെമ്മറീസിന് ഈ പെർഫ്യൂം ട്രിഗർ ചെയ്യുന്നുണ്ട്. ഞാൻ 8, 9, 10, 11 വയസ്സ്, ഒരു 10-15 കൊല്ലം മുന്നേ കരുതാ, ഗൾഫുകാരന്മാർ വരുമല്ലോ ബ്രൂട്ട് പെർഫ്യൂമൊക്കെയാണ് അവർ അന്ന് അവിടെ പ്രിഡോമിനൻ്റ്ലി അടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പെർഫ്യൂം അടിച്ച് നോക്കുമ്പോൾ എൻ്റെ മൈൻഡ് കുറച്ച് പിന്നോട്ട് ഓടിപ്പോയിട്ട് ഗൾഫുകാരന്മാർ നാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ആ ഒരു സ്മെല്ലിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുട്ടികളായിട്ട് ആൾക്കാർ നമ്മളങ്ങോട്ട് എത്തിപ്പെടണമെന്നുള്ള രൂപത്തിൽ ആൾക്കാർ നമ്മുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ അവരെ നിന്ന് കിട്ടുന്ന ഒരു സ്മെല്ല്, അങ്ങനത്തെ ഒരു സംഗതിയാണ് എൻ്റെ മൈൻഡിൽ ട്രിഗർ ആയത് ബേസിക്കലി. ഒന്നാമത് അത് ഈ മറിയം ലോഷത്തിൻ്റെ ഒരു ഇതും ഫീലും കൂടി വന്നല്ലോ. മറിയം ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഒരു 5-6 കൊല്ലം മുന്നേ അത് ഭയങ്കര നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ കൂടി ട്രിഗർ ആയപ്പോഴാണ് ഇതിങ്ങനെ ആയത്.
2 മണിക്കൂർ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നല്ല പ്രൊജക്ഷനും അടുത്തൊരു മണിക്കൂർ കുഴപ്പമില്ലാത്തൊരു മീഡിയം പ്രൊജക്ഷനും ഉണ്ട്. അപ്പോൾ 2 മണിക്കൂർ കുഴപ്പമില്ലാത്തൊരു ആവറേജ് കുഴപ്പമില്ലാത്തൊരു പ്രൊജക്ഷൻ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 7 മണിക്കൂറുള്ളത് ലാസ്റ്റിംഗ് ഉണ്ട്. അതാണ് പെർഫ്യൂം. 7 മണിക്കൂറിൽ മുകളിലേക്ക് ഈ പെർഫ്യൂമിൽ തീർന്നു പോകും. ഓക്കെ, പിന്നെ ഇനി ഇത് 9800 എന്നുള്ള രൂപത്തിലൊക്കെ ഇത് സംസാരിക്കുമ്പോൾ YSL EDP, പ്രാഡ ലോം ഇൻഡൻസ്, പ്രാഡ ലോം EDT വേണ്ട, അതേപോലെ പിന്നെ ഇത് ഗുച്ചി ഗിൽറ്റി ആബ്സലൂട്ട്. ഇതിൻ്റെ ടേസ്റ്റ് വെച്ചിട്ട് ഞാൻ പറയാണ്, അറ്റ്ലീസ്റ്റ് ആ പെർഫ്യൂംസൊക്കെ സം ലെവൽ ഓഫ് സാറ്റിസ്ഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫോർ ദ പ്രൈസ്. ഓക്കെ, ഈ ഒരു പെർഫ്യൂം ഇത് സത്യം പറഞ്ഞാൽ എൻ്റെതല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പെർഫ്യൂമാണ്. ഞാൻ ഏതാണ്ട് 2 മാസത്തോളം ഈ പെർഫ്യൂമിൻ്റെ കയ്യിലുണ്ട്. അവൻ ചോദിച്ചിട്ടില്ല, എന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇതങ്ങനെ ഈ ഒരു റിസംബ്ലൻസ് കാരണം എനിക്കിത് ഇത്ര വില കൊടുത്തിട്ട് ഞാൻ വാങ്ങിക്കില്ല. ഓക്കെ, വല്ലാണ്ട് പൂതി കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻസ്പയർഡ് വാങ്ങിച്ച് കയ്യിൽ വെക്കുള്ളൂ. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ ഒരു ഇൻസ്പയർഡ് ഞാൻ ഏതോ ഒരു പെർഫ്യൂം ഷോപ്പിൽ നിന്ന് നമ്മുടെ ഇവിടെ 2 എണ്ണം ഉണ്ട്, ഞാൻ അവിടെ നിന്ന് ട്രൈ ആക്കി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിസംബ്ലൻസും ഭയങ്കര ക്ലോസ്നെസ്സും തോന്നി. അപ്പോൾ ഇനി ഏതൊരു സാഹചര്യത്തിൽ ഉപയോഗിക്കുമെന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു 20 ml ഒരു ഇത് വാങ്ങിക്കുള്ളൂ. ഒരു എന്താ പറയുക, ഇൻസ്പയർഡ് ഷോപ്പിൽ കയറിയിട്ട് ദി മോസ്റ്റ് ആണ്. ഭയങ്കര പോപ്പുലറാണ്. പറഞ്ഞ പോലെ ഡിസൈനർ പെർഫ്യൂംസ് വാങ്ങിച്ച് ശീലമുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പെർഫ്യൂമിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് ഈ പെർഫ്യൂമിൻ്റെ പിന്നെ ട്രൈ ആക്കണം എന്നൊക്കെ അതാണെങ്കിൽ ഈ വില കൊടുത്തിട്ട് ഇതിൻ്റെ 50 ml വാങ്ങിക്കേണ്ട, 100 ml വാങ്ങിക്കേണ്ട. നിങ്ങൾക്ക് ഇൻസ്പയർഡിന് ഏതെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം പോവാം. ഓക്കെ, അതങ്ങനെ പേരെടുത്ത് പറയാൻ മാത്രം ഇതിനൊരു ഒരു ഒരു സവിശേഷത അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ അടിപൊളി പെർഫ്യൂമാണ്. ഞാൻ പറഞ്ഞ പോലെ ഊദൻ റോസസിൻ്റെ ഒപ്പം ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. അഹ്മദ് അൽ മഗ്രിബിയുടെ ഊദൻ റോസസ് അതൊക്കെ ഇതിനേക്കാളൊക്കെ അതിൻ്റെ സെഡക്റ്റീവ്നെസ്സും അതിൻ്റെ ഒരു ഫീൽ ഗുഡ് ഫാക്ടറൊന്നും ഇതിൻ്റെ മുകളിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ അഹ്മദ് അൽ മഗ്രിബി, അതേപോലെ ഞാൻ പറഞ്ഞില്ല ആർമാഫിൻ്റെ അൺടോൾഡ്, അതിൻ്റെയൊക്കെ സെഡക്റ്റീവ്നെസ്സും അതിൻ്റെ ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടറൊക്കെ ഈ പെർഫ്യൂമിൻ്റെ മുകളിൽ നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിയത്. അപ്പോൾ ഇതാണ് പെർഫ്യൂം. ഇൻഷാ അല്ലാഹ് ഇതിനെ കുറിച്ചിട്ട് ഇത് ഇത്ര തന്നെ ഉള്ളൂ, അധികം ഒന്നും പറയാനില്ല. എന്നാൽ ശരി, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.